സഹിഷ്ണുത അഥവാ സഹനങ്ങൾ. ജീവിതയാത്രയിലെ കഷ്ടങ്ങൾ ഒഴിഞ്ഞു പോകാൻ പ്രാർത്ഥിക്കാതിരിക്കുന്നതാണ് ശരി. കാരണം റോമർ 5:3 പറയുന്നു, കഷ്ടത സഹിഷ്ണുത അഥവാ സഹനശീലത്തെയും, സഹിഷ്ണുത സിദ്ധത അഥവാ ആത്മധൈര്യത്തെയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നുവെന്ന്. സഹിഷ്ണുത അഥവാ സഹനശീലമാണ് നമ്മെ യേശുവിനെ പോലെ ആക്കുന്നത്. അതാണ് നാം പ്രഭാതത്തിലെ ശ്ലീമ നമസ്കാരത്തിൽ ഋജുമതികൾ കിരുളിൽ ദ്യുതിയളവായി എന്ന ഗാനത്തിലൂടെ ചൊല്ലുന്നത്. തൻ സാമ്യം നാം പൂണ്ടിടുവാൻ നമ്മുടെ സാമ്യം അവൻ പൂണ്ടു. നമ്മെ താൻ പൃഥുസുതരാക്കി പാവന റൂഹായോട് ചേർപ്പാൻ മാനവരൂപം സ്വയമേറ്റാൻ. അവൻ്റെ സാമ്യത്തിലേക്ക് നാം വളരുവാൻ നമ്മുടെ സാമ്യത്തിലേക്ക് അവൻ ഇറങ്ങി വന്നു. യേശുവിനെ പോലെ നാം ആകുക എന്ന പിതാവിൻ്റെ ഇഷ്ടവും അതിനുവേണ്ടി യേശു ചൊരിഞ്ഞ രക്തവും സഹിച്ച സഹനത്തിലും അനുരൂപപ്പെട്ട് നാം യേശുവിനെ പോലെ ആകുവാനുള്ള വഴിയായ സഹിഷ്ണുത അഥവാ സഹനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കാം. സഹനത്തിൽ നിന്നുള്ള മോചനത്തിനായി പ്രാർത്ഥിച്ചാൽ നമുക്ക് അവനോട് കൂടെ പങ്കില്ല. അവ ഒഴിവാക്കിയാൽ നാം യേശുവിനെ പോലെ ആകില്ല. നിത്യത നമുക്ക് അന്യമായി പോകും. അവൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് സാധ്യമാകാതെ വരും. നമ്മെ അവൻ്റെ മക്കളാക്കുവാനും പാവന റൂഹായോട് ചേർക്കുവാനുമായി ഈ ലോകത്തിലെ സഹനങ്ങൾ മുഖാന്തരമാകും. അതുകൊണ്ട് സഹനത്തെ ക്രിസ്തുവിലൂടെ അതിജീവിക്കുവാൻ അവിടുത്തെ കൃപയ്ക്കായി നമുക്ക് യാചിക്കാം. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.